അവനേക്കാൾ കരുണയുള്ളവരില്ല, അവനേക്കാൾ വേദനയുള്ളവരില്ല, അവനേക്കാൾ ദയയുള്ളവരില്ല, അവനേക്കാൾ ധർമ്മിഷ്ഠനും ഇല്ല, അവനേക്കാൾ മാർദ്ദവമുള്ളവരില്ല, അവനേക്കാൾ മയമുള്ളവനില്ല, അവനെക്കാൾ നിന്റെ അനുകൂലിയില്ല. നിന്റെ അനുകൂലി ആരാ? എന്റെ വാപ്പയോ? എന്റെ അനുകൂലി ആരാ? റബ്ബല്ലാതെ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. എൻ്റെ വാപ്പാന്റെ വലുപ്പത്തിലും വിചാരിച്ച എൻ്റെ വാപ്പയാണല്ലോ വലിയ മഹാൻ, എന്നോട് ഏറ്റവും ദയുള്ളത് എൻ്റെ വാപ്പയെന്ന് വിചാരിച്ചോ? അള്ളാഹിന്റെ കോടതിയിലെത്തിയാൽ ബാപ്പാക്ക് എന്തെങ്കിലും ഹക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ബാപ്പ ചീന്തി വാങ്ങും. അള്ള പുറത്തരും, ബാപ്പ പുറത്തരൂല. എൻ്റെ കുഞ്ഞിമാനാണ്, പോട്ടെ, കുഞ്ഞിമാനൊക്കെ അവിടെ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഏപ്രിൽ 26 ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. ആര് ഭരണാധികാരിയോ? ആര് ഭരണാധികാരിയാകണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു. അവൻ ഭരണാധികാരിയോ? എത്ര കാലം അവൻ തീരുമാനിച്ച എത്ര കാലം? അങ്ങനെ തന്നെയല്ലേ? അള്ളാഹ് തീരുമാനിച്ചാലും നരേന്ദ്രമോദി ചെയ്യിക്കും. അങ്ങനെയാണോ പറയാൻ മനസ്സിലാ? നിങ്ങൾ എന്ത് ചെയ്തിരും കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്തിരും കാര്യമില്ല. അതൊക്കെ നിങ്ങൾ പണ്ട് ചെയ്തല്ലേ. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ കേരളത്തിലെ മുസ്ലിം പത്രങ്ങളെല്ലാം പുറത്തുവന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നിമിഷങ്ങൾ കൊണ്ട് രാഹുൽ അധികാരത്തിലേക്ക്. ബഹുമാനപ്പെട്ട പത്രങ്ങൾ, കോഴിക്കോട്ട് നടക്കുന്ന മുസ്ലിം പത്രങ്ങളെ ഹെഡിങ് അങ്ങനെയാണ്, എനിക്കറിയാം. എന്നിട്ട് എന്താണ് ആരാവും പറഞ്ഞ ആരാവും? അള്ളാഹിന് മച്ചോ, നമുക്കെന്താ പ്രശ്നം? ആയിക്കോട്ടെ, എനിക്കെന്താ? അള്ളാഹിന് മച്ചാളാകരുത്. അങ്ങനെ ഉണ്ടോ? അള്ളാഹു തീരുമാനിച്ച ആളാകരുത്. നമ്മൾ തീരുമാനിക്കും. ഇന്ത്യൻ സഖ്യം തീരുമാനിക്കും. ഇത്തവണ UPA തീരുമാനിക്കും. ആരോ? NDA തീരുമാനിക്കും. ആരോ? അമേരിക്ക തീരുമാനിക്കും. ആരോ? ഇസ്രായേൽ തീരുമാനിക്കും. ആരോ? ഇന്ത്യൻ പ്രധാനമന്ത്രി. നിനക്ക് നടക്ക. ആര് തീരുമാനിക്കും? തുഅ്തിൽ മുൽക മൻ തശാ. നീ ഇച്ഛിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കും. വതൻസിഉൽ മുൽക മിമ്മൻ തശാ. നീ ഇച്ഛിക്കുന്നവരിൽ നിന്ന് നീ അധികാരം ഊരിയെടുക്കും. നീ ഉദ്ദേശിച്ചവരെ നീ യോഗ്യനാക്കും. നീ ഉദ്ദേശിച്ചവരെ നീ നിന്ദ്യനാക്കും. എല്ലാ ഖൈറും നിന്റെ കയ്യിലാണ്. ആണോ അല്ലേ? ഉറക്കെ പറയാണോ അല്ലേ? ബസ് പിന്നെന്ത്? നിന്റെ പേരാണ്. അവനോട് കരിഞ്ഞാളാ. ഇവിടെ കരണ്ട് എന്താ കാര്യം? അവനോട് കരിഞ്ഞാളാ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. حسبي ربي جل الله على النبي صلى الله حق لا إله إلا الله 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 عليه توكل. എന്തിനാണ് പേടിക്കുന്നത്? അങ്ങനെ എടുത്തിട്ടുണ്ടാവുമ്പോ എന്ത് മതി? താഴത്തേക്ക് ഇറങ്ങിക്കളാ. അപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യത നിസ്കാരമല്ല, ഏറ്റവും വലിയ ബാധ്യത തൗബയാണ്. ഇതിനേക്കാൾ വലിയ ഒരു ബാധ്യത ഒരു മുസ്ലിമിനില്ല. അമുസ്ലിമിന്റെ തൗബയോ? അമുസ്ലിമിന്റെ തൗബ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മുസ്ലിമിന്റെ തൗബ നിസ്കാരമല്ല, കരയലാണ്. ഏറ്റവും വലിയ കരയലാണ്. നിസ്കാരമൊക്കെ വേണം, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതുണ്ടെങ്കിൽ വേണം. അപ്പോൾ അതിനേക്കാൾ വലിയ ഒന്നുമില്ല. ഫഹിയ വാജിബ. ഫഹിയ തൗബ വാജിബ. അത് നിർബന്ധമാണ്. ഫീ കുല്ലി ലംഹത്തിൻ വലഹള. ഓരോ സെക്കൻഡിലും, ഓരോ കണ്ണിന്റെ ഇമവട്ടലിലും, കണ്ണിന്റെ ഇമവട്ടലിലും എന്ത് വേണം? എന്നും വേണം. എന്നും കക്കൂസിൽ നിന്ന് തൗബ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുറത്ത് ചാടി വേഗം തൗബ ചെയ്തു. ഓഫ്രാനൊക്കെ മാപ്പാക്കണം. എന്തേ? പറഞ്ഞത് മനസ്സിലായോ?
കക്കൂസ് ഇന്ന് വയറ്റുന്ന അതിനല്ലല്ലോ ഇപ്പോൾ ഈ തൗബ ചെയ്ത്. തൗബ ചെയ്യാത്തൊരു നേരമില്ല. വയറ്റുന്ന പോലെ ഹറാം പറയും മനുഷ്യന്മാർ. വയറ്റുന്ന പുകൽ ഹറാമാണോ? വയറ്റുന്ന പുകൽ ഹറാമാണോ? അല്ല. പിന്നെന്തിനാ ചെയ്ത്? കക്കൂസ് നിറങ്ങിയ ഉടനെ തൗബ ചെയ്ത് ഉഫ്രാനൊക്കെ അതിൻ്റെ കക്കൂസ് വയറ്റുന്ന പുകൽ ഹറാമാണോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ചോദ്യത്തിന് മറുപടി പറയും. വയറ്റുന്ന പുകൽ ഹറാമാണോ? അല്ല. പിന്നെ കക്കൂസ് നിറങ്ങിയ ഉടനെ എന്തേ തൗബ ചെയ്ത്? തൗബ ചെയ്യാൻ പറ്റാത്ത ഒരു നേരം ഒരു മുസ്ലിമായ മനുഷ്യന് ഇല്ല. പിന്നെ നിന്നോട് കരയേണ്ട സ്ഥലമല്ല ഏത്? കക്കൂസ്. അതുകൊണ്ട് ആ വേഗം ചാടിയിട്ട് ഉഫ്രാനക്കാറ്. ഇത് വയറ്റുന്നതിനല്ല, നിന്റെ ജീവിതത്തിനാണ്. ഇനി വരാട്ടി മുന്നോട്ട് പോയിക്കൊള്ളുന്നില്ല, ഇവിടെ വീണ് പോകാം. അപ്പൊ വീടിന് മുമ്പ് വേഗം എന്ത് പറഞ്ഞു? ഉഫ്രാനക്ക് ജവാബാകണം. അങ്ങനെയുണ്ട്. നിസ്കാരം കഴിഞ്ഞു. എന്താദ്യം പറഞ്ഞു? സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞു? എന്തേ നിസ്കാരം ഹറാമാ? എന്തേ? ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, ഇത് വേണം, ഇതൊക്കെ കഴിച്ചണം. തിരിഞ്ഞില്ല. ഇതുവരെ വെറുതെ പണിയെടുത്ത് ഇനി വിലക്കുള്ള പണിയെടുക്കുക. ഞങ്ങൾക്ക് കരണ്ട് കയറ്റുക. എന്ത്? അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ ശരി, മനസ്സിലായില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറയും കുട്ടികളെ, അതല്ലേ എൻ്റെ അർത്ഥം. അല്ലാതെ നിസ്കാരം തന്നാ കള്ളുകൂടിയാണോ? അസ്തഗ്ഫിറുല്ലാഹ്. നിസ്കാരം കഴിഞ്ഞു ഉടനെ എന്ത് പറഞ്ഞു? അസ്തഗ്ഫിറുല്ലാഹ്. എന്തേ നിസ്കാരം എന്നാണ്? എന്താ കള്ളുടിയോ? എന്തേ വേഗം അസ്തഗ്ഫിറുല്ലാഹ് നിത്യക്ക് കയറ്റണം. ഇപ്പൊ ഞാൻ നിസ്കരിച്ചു എന്നൊരു അഹങ്കാരം എനിക്കുണ്ട്, അതിൽ കൂടി ഞാൻ കയറ്റി. അഹങ്കാരമല്ല കേട്ടോ, ജവാപ്പാക്കണം. ഇപ്പൊ ശരി മനസ്സിലായില്ല കുട്ടികളെ? എന്ത് കയറ്റണം? ഏത് ഉപകരണത്തിലേക്കും കരണ്ട് കയറ്റും പോലെ എന്തിലേക്കും എന്ത് കയറ്റണം? തൗബയാണ് കയറ്റണം. ശരി, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇല്ലേ അരക്കൈ പറ്റൂല. ഒരാളെ പേടിക്കണ്ട, ഒരാൾ പേടിക്കണ്ട. തൗബ ചെയ്താൽ മതി. പല ആളുകളും എനിക്ക് വിളിച്ച് പറയും, സദാ എനിക്കൊരു സിഹറുണ്ട്, ഞാൻ എപ്പോഴാണ് വരണ്ടേ? അപ്പം ഞാൻ എന്ത് പറയും? ഒന്ന്, അത്തരം കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി എൻ്റെ ഉസ്താദ്മാരിനോട് പറഞ്ഞു, ഞാൻ ആരെങ്കിലും വന്നാൽ കേട്ടോ വെള്ളിയാഴ്ച, അപ്പം എനിക്ക് സമ്മതമുള്ള ദിവസമാണ്, അപ്പം ഞാൻ കേൾക്കും. അപ്പം എല്ലാവരോടും പറയും വെള്ളിയാഴ്ച വരുന്നേ. എന്തിനാ വരുന്നറിയോ? ഇത് പറയാൻ. എൻ്റെ മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലില്ല. എൻ്റെ മരുന്ന് എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ 313 യാസീൻ ഓടിക്കളിയാണ്. ഒരു കാര്യം എനിക്ക് ഉണ്ടാവില്ല. ജുരി യാസീൻ ഓതിയില്ല, കരിഞ്ഞു റബ്ബിനോട്, അപ്പൊ കാര്യമുണ്ടാവും. എൻ്റെ അടുത്ത് വന്ന ആളോട് ഞാൻ എന്ത് പറയും? 313 യാസീൻ. ഓ, മറ്റവനോട് പറയും 786 വട്ടം ബിസ്മില്ലി മഴ വെള്ളം അണ്ണാക്ക് കൂടി ഇറക്കിക്കളാം. അല്ല എന്തെങ്കിലുമൊക്കെ ഒന്നും പറയണ്ടേ? ഇതൊന്നും കഥയില്ല, ഒരു കഥയില്ല. എന്ത് ചെയ്തളാ? തൗബ ചെയ്തളാ, അപ്പൊ പരിഹാരം ഉണ്ടാക്കും. അല്ലാ, അല്ലാതെ ഒരു മൂലിയർക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ചിക്കാഫുറാവും. ഒരു മൂലിയരിച്ചിക്കും പരിഹാരം ഉണ്ടാക്കുന്നില്ല. ആർക്കല്ലാതെ അള്ളാഹ്ക്കല്ലാതെ ഒരാൾക്കും കഴിയില്ല. ഒരാളെന്നോട് പറഞ്ഞു നോക്കാം, എനിക്ക് സുഖമല്ല, എൻ്റെ കുട്ടി വൈകുന്നേരം പോക്കോളം കരച്ചിലാണ്, പെണ്ണുങ്ങൾ കരച്ചിലാണ്, അവിടെ ചൊറിയാണ്, ഇവിടെ മാന്താണ്, സുഖമല്ല, വെയ്യ, ഭയങ്കര സുഖമല്ല. ഓ, അപ്പം മൂലിയര് കണക്കൊക്കെ എണ്ണി എഴുതി അവിടെ നോക്കി ഇവിടെ കൂട്ടി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പിന്നെ പറഞ്ഞു, ആ ഇത് സീറാണ്, അതൊരു 2 ആഴ്ച കൊണ്ട് ഞാൻ മാറ്റിത്തരാം. ഓനെപ്പോലത്തെ നമുക്ക് ഈ ലോകത്തുണ്ടാവില്ല. വിശ്വസിക്കണ്ട. ഓൻ എൻ്റെ പൈസ കയ്യിലാക്കാനുള്ള വിളവാണ്. ഒരു മൂല്യം കഴിയില്ല. അതൊക്കെല്ലാതെ ഈ തവണയുണ്ട് കുറേ ആളുകൾ, ഞാൻ എന്നാ വരേണ്ട ഉസ്താദേ, വെള്ളിയാഴ്ച വന്നു, അപ്പോൾ എനിക്കുള്ള സുഖം ബാക്കിയുള്ള ദിവസം എനിക്കെന്നെ പണിയെടുക്കാമല്ലോ. അല്ലാതെ വെള്ളിയാഴ്ച ഇവിടെ അലാവുദ്ദീൻ അത്ഭുതം വിളക്കുണ്ടായിട്ടില്ല. നിങ്ങൾ അന്ന് എനിക്ക് സമാധാനമാണ്. മറ്റു ഞാൻ എന്തെങ്കിലും കിതാബ് വല്ല പണിയെടുക്കുമ്പോഴത്തേനും ഓരോരുത്തർ കാര്യം എണ്ണ എന്ത് കിട്ടും? എനിക്കതറിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഒരാൾക്കും അറിയില്ല, ആർക്കല്ലാതെ അള്ളാഹ്ക്കല്ലേ. ഇജ്ജെൻ്റെ പണിയെടുത്തോ, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹിനോട് പറഞ്ഞ കരിയ എന്താ പറയണ്ടത്? ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. പറയേണ്ടതുപോലെ പറഞ്ഞ പരിഹാരം അള്ളാഹ് അപ്പുണ്ടാക്കും. എന്തുകൊണ്ട്? അവനേക്കാൾ കരുണയുള്ളവരില്ല, അവനേക്കാൾ വേദനയുള്ളവരില്ല, അവനേക്കാൾ ദയയുള്ളവരില്ല, അവനേക്കാൾ ധർമ്മിഷ്ഠനും ഇല്ല, അവനേക്കാൾ മാർദ്ദവമുള്ളവരില്ല, അവനേക്കാൾ മയമുള്ളവനില്ല, അവനേക്കാൾ നിന്റെ അനുകൂലിയില്ല. നിന്റെ അനുകൂലി ആരാ? എന്റെ വാപ്പയോ? എന്റെ അനുകൂലി ആരാ? റബ്ബല്ല.
മനസ്സിലായില്ലേ? ചിന്തിക്കണം. എൻ്റെ വാപ്പാൻ്റെ വലിപ്പത്തിലും വിചാരിച്ച എൻ്റെ വാപ്പയാണല്ലോ വലിയ മഹാൻ, എന്നോട് ഏറ്റവും ദയുള്ളത് എൻ്റെ വാപ്പയെന്ന് വിചാരിച്ചോ? അള്ളാഹിൻ്റെ കോടതിയിലെത്തിയാൽ ബാപ്പാക്ക് എന്തെങ്കിലും ഹക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ബാപ്പ ചീന്തി വാങ്ങും. അള്ള പുറത്തരും, ബാപ്പ പുറത്തരൂല. എൻ്റെ കുഞ്ഞിമാനാണ്, പോട്ടെ, കുഞ്ഞിമാനൊക്കെ അവിടെ എന്താ പറഞ്ഞു? നിങ്ങൾ എന്ത് വന്നാ എന്ത് പറഞ്ഞ എന്തിപ്പോ പറഞ്ഞേ? എന്തോ പറഞ്ഞോയോ? എന്ത് പറഞ്ഞേ? ബാപ്പ, എന്റെ വലിയ ബാപ്പ, ഇഷ്ടപ്പെട്ട ബാപ്പ നഴ്സറിന്ന് പാഞ്ഞത് നല്ലതാ. ബാപ്പാനെ കണ്ടുപോകുന്ന പാഞ്ഞാടി, സ്വർഗത്തിൽ കൂടാ മനുഷ്യന് പാഞ്ഞാടി. എന്തുകൊണ്ട്? അപ്പ പറയാണല്ലോ, എൻ്റെ അമൽ കുറവുണ്ട്, പക്ഷേ എൻ്റെ കുഞ്ഞിമാനെ എന്നെ വേണ്ടത്ര നോക്കിയിട്ടില്ല. അപ്പോൾ ഓൻ്റെ കുറച്ച് അമലും കൂടി എടുത്താൽ എൻ്റെ ഉണ്ടാവും. ഓനോ ഒന്നരത്ത് പോയി ഉടുക്ക പോയിക്കോട്ടെ, അതെൻ്റെ കാര്യം ശരിയാട്ടെ. എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് പറയും, ഞാൻ മരിക്കണവരെ എൻ്റെ പെണ്ണാവും. ഓ അപ്പൊ വിചാരിച്ചെന്ത്? ഓളെപ്പോലെ എന്നെ സ്നേഹിച്ച ഒരാളുണ്ടായിട്ടില്ല മത്സരിന്നാണ്. കാക്കങ്ങളെ ഞാൻ ഭരിച്ച വരി തോർത്തു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകും ആരുമില്ല. ആരല്ലാണ്? ബസ് അത് പുറത്തേരും. പെണ്ണുങ്ങൾ പുറത്തേരില്ല, മക്കൾ പുറത്തേരില്ല, ബാപ്പ പുറത്തേരില്ല, നേതാവ് പുറത്തേരില്ല, അനുയായി പുറത്തേരില്ല, ആര് പുറത്തേരില്ല, ആര് പുറത്തേരും. എന്തുകൊണ്ട്? അവനെ പോലെ ദയയുള്ളവരില്ല, അവനെ പോലെ നിന്റെ അനുകൂലിയില്ല, അവനെ പോലെ ആരും ഇല്ല, അവനെ പോലെ നീ നന്നാകണമെന്ന് കൊതിക്കുന്നവരില്ല, ആരുമില്ല, ആരുമില്ല. അവനെ പോലെ നിന്നെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളും ഇല്ല, ഒരാളുമില്ല. ചിന്തിക്ക്. അവനെപ്പോൾ നീ അവനോട് കരഞ്ഞോ നീ ചെയ്യുന്ന സ്ഥാനത്തേക്ക് അവൻ എത്തിക്കും. എന്തുകൊണ്ട്? അവൻ നിന്നോട് ഏറ്റവും പരമദയാലുവാണ്, അവനേക്കാൾ വലിയ ദയാലുവില്ല. നീ കണ്ണിന്റെ ഇമ വെട്ടുന്നതിന് മുമ്പ് നോക്ക്. പുണ്യ റസൂൽ പറഞ്ഞു, ലൈലത്തുൽ ഖദറിനെ ഞങ്ങൾ എന്നാ പ്രതീക്ഷിക്കേണ്ടത്? അപ്പോൾ റസൂൽ പറഞ്ഞു, റമളാന്റെ അവസാനത്തെ 10 പ്രതീക്ഷിക്കുക. അപ്പോൾ ചോദിച്ചു, ഫമാ നസ്അലുല്ലാഹ ഫീഹാ യാ റസൂലല്ലാഹ്, ആ സമയത്ത് ഞങ്ങൾ എന്താണ് അല്ലാഹുവോട് ചോദിക്കേണ്ടത്? സല്ലല്ലാഹുൽ അഫ്വ, മാപ്പ് ചോദിച്ചത്. ഒരു കൊല്ലത്തിലെ ഏറ്റവും മാണിക്കല്ലായ സമയമാണ് ഇത്. ഇങ്ങോട്ട് പറയാം. അതിനും കൂടി തലേ കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിക്കൂടി. ഇപ്പം ഞാൻ പറഞ്ഞത് അതിൻ്റെ മുഴുവനും ഈ വട്ടക്കണ്ണിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട്. ഒരു കൊല്ലത്തിലെ നേതാവ് ഏത് മാസ? സയ്യിദു ശുഹൂരി ശഹ്റു റമളാൻ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും വലിയ കലാം അല്ലാഹുവിന്റെ കലാമാണ്. അതിറങ്ങിയ മാസമാണ് ഏത്? സയ്യിദു ശുഹൂരി, മാസങ്ങളെ നേതാവ്. ആ മാസങ്ങളെ നേതാവിലെ നേതാവ് ഏതാ? മാസങ്ങളുടെ നേതാവായ റമളാനിലെ നേതാവേരാ? ആഖിറു ലയാലി റമളാൻ, റമളാന്റെ അവസാന സമയങ്ങളാണത്. അതിൽ നേതാവേരാ? 21 വലിയതാണ്, 22 അതിനേക്കാൾ വലിയതാണ്, 23 വലിയതാണ്, 24 വലിയതാണ്, 25, 26 ഇങ്ങനെ. ഒരു സെക്കൻഡ് ഇപ്പൊ 8 മണിയായി. 8 മണിയേക്കാൾ മാത്താണ് 9 മണി. റമളാൻ അവസാനത്തെ 10. 9 മഹത്താണ് 10 മണി. 10:01 മഹത്തമാണ് 10:02. ഏതുവരെ? ശവ്വാലിന്റെ മാസം വരെ. ഇത് മാണിക്കല്ലായ സമയം. ആ സമയത്ത് നിങ്ങൾ എന്നാ ചോദിക്കേണ്ടത്? സല്ലല്ലാഹുൽ അഫ്വ. ഒന്നും ചോദിക്കണ്ട, മാപ്പിച്ചാളെ, ബസ് വേറൊന്നും ചോദിക്കണ്ട, പറഞ്ഞു ഒന്നും ചോദിക്കണ്ട. എന്ത് പറ വെറുതെ ഇവിടെ വന്നിരിക്കല്ലേ? എന്ത് ആര് പറഞ്ഞു? സ്വഹാബത്തിനോട് ഹബീബായ നബി പറഞ്ഞു, സല്ലല്ലാഹുൽ അഫ്വ, മാപ്പിച്ചാളെ. എന്ത് പരിക്കും മാപ്പിച്ചാളെ? ഒരുത്തന് മകൻ 10 കൊല്ലം മുമ്പ് നാടിട്ട് വരാൻ തിരിച്ചു വന്നിട്ടില്ല. എന്തായാലുണ്ട് ഒന്ന് പറ, എന്താണ് വന്നിരിക്കേണ്ട പറയണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. കൊയങ്ങുമ്പോ പറയാ, റബ്ബേ എൻ്റെ കുട്ടിനെ എനിക്ക് കാണിച്ചു തരണം. ഉൻത്തെ നാടാകെ കടണ്ട്. എന്താ പറയണ്ടത്? കടണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ
തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നിന്റെ റഹ്മത്ത് തടയാനുള്ള കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണ്. അപ്പൊ നിന്റെ ദോഷം ഒഴിവാക്കിയ റഹ്മത്തിന്റെ ഇറങ്ങും. റഹ്മത്ത് അള്ളാഹ് അവിടുന്ന് വിടും, പക്ഷെ നിന്റെ തലയ്ക്ക് എത്തൂല. എന്തുകൊണ്ട്? നിന്റെ തടിയിൽ ആജാതി ദോഷമുണ്ട്. അപ്പൊ ഇവിടെ വന്ന് നോക്കും, നിത്താണ് കഴിക്കുക, അതുകൊണ്ട് ഇറങ്ങും. അപ്പൊ എന്ത് ചോദിക്കുക? എന്നെ കാഫു മാപ്പ് കൊടുക്കുന്നവനല്ലേ, മാപ്പുണ്ടാ? മനസ്സിലായില്ലേ? പറഞ്ഞല്ലോ, ഒരാൾക്ക് മര്യാദക്ക് ഒരാൾക്ക് ജോലിയില്ല. എന്താ റബ്ബിനോട് റമളാൻ അവസാനത്ത് പറയേണ്ട എന്താ? اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. അതേതാ? അത് തൗബയാണ്. അതിനേക്കാൾ വലിയ തൗബയില്ല. അല്ലാഹ് മാപ്പ് കൊടുക്കുന്നവനല്ലേ, മാപ്പ് കൊടുക്കാൻ വലിയ ഇഷ്ടമല്ലേ? എനിക്ക് മാപ്പ് തരണേ, എന്നെ ഒഴിവാക്കരുതേ എന്ന് പറയാ. ഒരു സുഖല്ല. എന്താ റമളാൻ അവസാനത്ത് പറയേണ്ടത്? ഇസ്ലാമിന് അവസാനത്തെ 10 ഈ വാക്ക്. ഈ വാക്ക് ഇതുവരെ പറയണം. ശവ്വാലിന്റെ മാസപ്പിറവി കാണുമ്പോൾ അല്ലാഹു ഇതുവരെ ചൊല്ലിയതിൽ അല്ലാഹു അക്ബർ ഞാൻ കഴിച്ചു. റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ടാവും. അതിന് സമയമില്ല. മോദിയർക്കാക്ക 3 വട്ടം പറഞ്ഞു, അപ്പൊ 3 വട്ടം പറഞ്ഞു, പിന്നെ പോയി. പിന്നല്ല, അങ്ങനെയല്ല. മോദിയർക്കാക്ക ഓർമ്മപ്പെടുത്തി തന്നതാ. മോദിയർക്കും നിനക്കും കണക്കില്ല. എന്ത് ചെല്ല? അല്ലാഹു ഇതന്നെ ചെല്ല, വേറൊന്നും ചെല്ല, ഒന്നും ചെല്ലണ്ട. ഇതിനേക്കാൾ വലിയ സംഭവമല്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ ബാധ്യതകളിൽ ഏറ്റവും വലിയ ബാധ്യത എന്താ? തൗബ. തൗബന്റെ വാക്കാണ് എന്ത്? ഇതിലെപ്പോഴും വലിയ ബാക്കിയില്ല. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നീ മാപ്പ് കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് കൊടുക്കൽ നിനക്ക് ഫഅഫു അന്നി, എനിക്ക് മാപ്പ് തരണം. ഇത് പറയുന്നേ എത്ര ദിവസം 10,000 ചെല്ലാൻ കഴിയും? ചെല്ലിക്കളാം. വേറൊരാൾക്ക് 1,00,000 ചെല്ലെങ്കിൽ ചെല്ലിക്കളാം. മനസ്സോടുകൂടി ചെല്ലിക്കളാം. വെറുതെ കിടികിടിയല്ല, ചെല്ലിക്കളാം. മാപ്പ് വെക്കണം. മാപ്പ് വെക്കണം. അതിൻ്റെ സ്വഭാവം ഉണ്ടാവുമല്ലോ. ഒരു സ്ഥലം തൂക്കാൻ വിധിച്ചാൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ പോയി നിന്നിട്ട് പുറത്താക്കണേ 31 കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ കാര്യം? ഒരാൾ തൂക്കം വെച്ച്. അപ്പം ഇന്ത്യൻ പ്രസിഡന്റിന്റെ ബംഗ്ലാവിന്റെ മുന്നിൽ പോയി എന്ത് പറഞ്ഞു? പുറത്താക്കണേ, എന്നെ തൂക്കരുത്. അന്തല്ലാത്തവരെ എന്താണോ ദീന്? നിങ്ങളിവിടെ ഉണ്ടോ? എണ്ണാണ് അവിടെ വിഷയം. അവിടെ വിഷയം എന്താ? ഒരു വട്ടം എന്നെ തൂക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേന് അത് തൊട്ട് പറയാൻ കഴിഞ്ഞില്ല, കരഞ്ഞുപോയി. 33 തൊട്ടൊന്നും പറഞ്ഞില്ല. എന്ത് പറഞ്ഞു? നമ്മൾ ഈ കിടി നിങ്ങൾക്ക് ഇവിടെ നിന്നല്ലേ? ഒരു വട്ടം പറഞ്ഞാൽ മതി എങ്ങനെ? പക്ഷെ ആ ഒരു വട്ടം തീരുമ്പോഴത്തിന് 24 മണിക്കൂർ കഴിഞ്ഞാൽ തീരൂല. ഇന്നെ തൂക്കരുതെന്ന് വായിന്ന് പറയാൻ കിട്ടൂല. ഇന്നെ തൂക്കരുതെന്ന് ഒരു വട്ടം പറഞ്ഞപ്പോഴത്തിന് 24 മണിക്കൂർ കഴിഞ്ഞു. കാരണം ചുണ്ടും നാവും വിരുമ്പിയിട്ട് പറയാൻ വയ്യ. ഓനെയാണ് റബ്ബിന് ഇഷ്ടം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, മാപ്പ് കൊടുക്കുന്നവനാണ്. എനിക്ക് മാപ്പ് കൊടുക്കുക ഇഷ്ടമാണ്. പറഞ്ഞപ്പോൾ പറയാൻ വയ്യ. ഓനെ പള്ളിക്കെന്ന് പിരിച്ചുവിടും. എന്തേ? മൂപ്പര് ദിക്റല്ലേ ശരിയാവില്ല. എന്തേ? മൂപ്പര് ഹൃദയത്തിനായിട്ടാണ്, മറ്റേ കിടിയാണ്. മൂപ്പരെ നിർത്തിയിട്ട് നല്ല മനുഷ്യനെ പിരിച്ചുവിടും. നിങ്ങളിൻ്റെ കൂടെ അല്ലേ? പുറത്ത് പറയണ്ട. നിങ്ങളൊക്കെ കമ്മിറ്റിക്കാരാവുമല്ലോ. നിങ്ങളൊക്കെ വലുപ്പത്തരം കാണണമെങ്കിൽ നിങ്ങളെ പള്ളിക്കാരെങ്കിലും ജോലി ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരാളെ പിരിച്ചുവിടാനും എനിക്ക് കഴിയും നിങ്ങൾ തെളിയിക്കലെന്നാണ്. ഒരാൾക്ക് ദിക്റെല്ലാം പെയ്യാ അല്ലാഹുമ്മ ഇന്നക അഫൂൻ എന്ന് പറയുമ്പോൾ കരഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം പള്ളി കമ്മിറ്റി കൂടി തീരുമാനിക്കുക. അത് ശരി. വർത്തനം പറഞ്ഞാൽ മുറിഞ്ഞിട്ടില്ല. ഇത് അള്ളാഹുവിന് വലിയ. എന്തുകൊണ്ട്? ഇയാൾക്ക് ഇന്നക അഫൂൻ എന്ന് പറയാൻ വയ്യ, മാപ്പ് കൊടുക്കണമെന്ന് പറയാക്ക് വയ്യ. കാരണം അള്ളാഹും അയാളും തമ്മിൽ അത്ര വലിയ ബന്ധമാണ്. മനസ്സിലായില്ലേ?
ചില നേരത്തെ നമ്മളെ ഭാര്യയോട് വർത്താനം പറയില്ല, കരഞ്ഞു പോകും. ഓളി നമ്മളോട് വർത്താനം പറയില്ല, കരഞ്ഞു പോകും. ജി ഗൾഫിൽ പോവുകയാണ്, ഓൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ആ നേരത്തോളം പോവുകയാണ്, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇക്കാക്കേ നീ ഇപ്പം നിങ്ങൾ എന്നാ വരിക, അങ്ങനെ അവള് പറയാം. ഒക്കെ പറയാൻ കഴിയില്ല, നിനക്കങ്ങോട്ട് പറയാൻ കഴിയില്ല. ഞാൻ പോയാൽ കത്തയക്കട്ടോ, ഞാൻ ദിവസം ഫോൺ പറയാൻ നിനക്ക് കഴിയൂല. എന്തുകൊണ്ട്? നിങ്ങളെ മത്തിൽ വലിയ എന്താണ് നിനക്ക് റബ്ബിനോട് പറയാൻ കഴിയില്ല. കാരണം റബ്ബും നീയും തമ്മിൽ എത്ര വലിയ ബന്ധമാണ്. ഒരു വട്ടം പറഞ്ഞപ്പോൾ സമയം എടുത്തുപോയി. കാരണം ഇവന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? അതിന് മാത്രം തോന്നിയാസം ഇവൻ ചെയ്തിട്ടുണ്ട്. പെണ്ണുങ്ങളെ പറ്റി പല പരാതികളും കേട്ടു. പരാതിയൊക്കെ ഉള്ള തന്നെ ഈ ഗൾഫിൽ വന്നു. അപ്പോൾ ഓക്ക് വാക്ക് കിട്ടുന്നില്ല. ഉറപ്പാണ് എന്നെ ഓളെ ഈ തലാക്കലും. അപ്പോൾക്ക് വാക്ക് കിട്ടിയില്ല. ഓൾ കരിഞ്ഞുപോയി, നിന്റെ കാലക്ക് കൊണ്ടുപോയി. അവിടെ വർത്താനല്ല. ഓളെ നെതലാക്കരുത്, 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 കാക്കാ നെതലാക്കരുത്. മുപ്പത്തോട് പറയാം, ഒക്കെ പറയാൻ കഴിയില്ല. കാരണം അവൾ തെറ്റ് ചെയ്തവനാണ്. ആ പെണ്ണുങ്ങളെക്കാൾ മോശമല്ലേ നമ്മൾ പറഞ്ഞ മനസ്സിൽ ആണോ? അല്ലേ? ആണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ എന്തോ പറയാൻ കഴിയില്ല, പറയാൻ കഴിയൂല. ഇക്കാക്ക് എന്നെ തൊലാക്ക് ചെല്ലരുതേന്ന് പറയാനുള്ള അവകാശവും അവൾക്ക് ഇല്ല. പിന്നെ അവൾക്ക് എന്തേ ഉള്ളൂ? കരിഞ്ഞു. അപ്പോഴത്തേന് തട്ടത്തിന്റെ തലയെടുത്ത് കണ്ണീരൊപ്പി. പിന്നെ പറയാൻ കഴിഞ്ഞില്ല. അമ്മോശാക്കി അളിയന്മാരൊക്കെ പറഞ്ഞു ഓനോടൊന്ന് മാപ്പ് പറഞ്ഞോളാ. മാപ്പ് പറയാൻ വേണ്ടി ചെന്നു, മാപ്പ് പറയാൻ കിട്ടണില്ല. കരിഞ്ഞോയി. രണ്ടാമത്തെ ഉന്തി, അപ്പോഴും കിട്ടണില്ല. കരിഞ്ഞോയി. എന്ത്? ഞാൻ അത്ര വലിയ കേടിയാണെന്ന് ഓൾക്കറിയും, അത് നമ്മക്കറിയുന്നില്ല. ഈ പെണ്ണിനേക്കാൾ കേടിയല്ലേ അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ. മനസ്സിലായില്ലേ? എന്താണ് തൗബ? തൗബ കണ്ണീരുകൊണ്ടുള്ള വർത്താനാണ്. പറയാൻ കിട്ടുകയാണെങ്കിൽ അല്ലാഹുമ്മ ഇന്നക അഫൂ എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്റെ മനസ്സാണ് പറയേണ്ടത്. അല്ലാഹുമ്മ ഇന്നക അഫൂ എന്നുള്ളത് നാവല്ല. ചിലപ്പം എന്ത് പറയും? പറയും മക്കളെ, നാവല്ല, ഹൃദയം പറയും. അല്ലാഹുമ്മ ഇന്നക അഫൂ. നാവിന് അർഹതല്ല. തന്നെ തന്നെ ഒറ്റക്ക് നാളെ കരഞ്ഞാളെ ഒറ്റക്ക് കരിയ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞ നേരെങ്കിലും ഒരു മനുഷ്യൻ ഒറ്റക്കിരിക്കണം, കരയണം. കരയാൻ വേണ്ടി വായിച്ചത് മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒന്നും വേണ്ട, മറിക്ക. അല്ലാഹു എത്ര വലിയ ആളാ. ഇതൊക്കെ തെറ്റ് ചെയ്തിട്ട് പിന്നെ അള്ളാഹ് എന്ത് പറയാ? എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ വിട്ടുതരും. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه മുഹമ്മദ് നബിയെയും കൂടെയുള്ളവരെയും ആ ദിവസം അല്ലാഹു നിന്ദിക്കുകയില്ല. റസൂലുള്ളാഹിന്റെ കൂടെ ഉള്ള ഒരാളെയും നിന്ദിക്കൂല. റസൂലുള്ളാഹിന്റെ കൂടെ വേണമെങ്കിൽ, റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരാകും? തുബയും കരിയും പുളുകരിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പേടി പിടിക്കണട്ടാ. ആരെയും കണക്കാക്കാൻ വേണ്ട. ആരെ കണക്കാക്കിക്കോ? റബ്ബ് അവനുള്ള രഹസ്യ ബന്ധം ക്ലിയറാക്കുക. പിന്നെ എന്ത് ചെയ്യുക? ബഹളങ്ങളിൽ നിന്ന് മാറിക്കുക. എൻ്റെ കാര്യം നോക്കുക. പിന്നെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുക. വല്ലം യഹ്തമ്മ ബിഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിങ്ങളുടെ കാര്യങ്ങളെ ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അയാളെ മുസ്ലിമായി എണ്ണുകയില്ല. അപ്പോൾ നീ നിനക്ക് വേണ്ടി നിന്റെ കുട്ടികളെ ചോറിനേക്കാൾ ഗസയിലെ കുട്ടികളെ ചോറിന് വേണ്ടി ദുആക്കുക. നിന്റെ അള്ളാഹിൻ്റെ അവസാനത്തെ 10 എന്ത് പറഞ്ഞാലും അള്ളാഹ് സ്വീകരിക്കും. അപ്പം എന്ത് പറയുന്നുണ്ട്? പഠിച്ചോനെ ഏറ്റവും നിന്റെ കുട്ടികളാണ്. ഇന്നലെ രാത്രി, മിനിഞ്ഞാന്ന് രാത്രി, ഇന്നലെ രാത്രി ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി കരഞ്ഞവർക്ക് കൈപൊക്കാം. 1 2 3 4 5 അൽഹംദുലില്ലാഹ്. നമ്മൾ ക്ലാസ് മുതലായില്ലേ? ആദ്യം വേണ്ടു സമ്മേളനത്തിലല്ല, ഒറ്റക്ക് കരിഞ്ഞു. അല്ലെ അങ്ങനെ തന്നെയല്ലേ പറയാം? ഒറ്റക്ക് കരിഞ്ഞു. പക്ഷേ എൻ്റെ കുട്ടികൾ തന്നെയാണ്, അവരെൻ്റെ കുട്ടികളാണ്. എന്തല്ലേ? ആ കുട്ടികളെ നമ്മുടെ കുട്ടികളല്ലേ? പറയാം, കുട്ടികളെ നമ്മുടെ കുട്ടികളല്ലേ? ഞാൻ എൻ്റെ പുസ്തകത്തിൽ പുറത്തിറങ്ങുന്ന പുസ്തകമുണ്ട്. 2 പുസ്തകം പുറത്തിറങ്ങുന്ന ഒരു മാസം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ പുസ്തകത്തിൽ യൂപ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകം വലിയ രഹസ്യമാണ് പുസ്തകം.
ഇപ്പം പുസ്തകത്തിൽ ഒരു പെൺകുട്ടി, ഇറാഖിലെ ഒരു ചെറിയ പെൺകുട്ടി, ആ പെൺകുട്ടി അമേരിക്കൻ പട്ടാളക്കാർ കൊന്ന ബാപ്പാൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട്. അതെനിക്ക് കാണാൻ തന്നെ കഴിയില്ല, ആർക്കും കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മളെ കുട്ടിയാണ്, ആ മരിച്ചത് നമ്മൾ തന്നെയാണ്. ആ കുട്ടി കാണില്ല. അത് നോർത്ത് നോക്കാം. എല്ലാവരും അതൊക്കെ ഈമാൻ, അല്ലാഹു നമുക്കൊക്കെ ഈമാൻ തരട്ടെ, അവർക്ക് പറയുമാൻ തരട്ടെ. വളരെ ചിന്തിക്കണം. മല്ലം ഈ റമളാനിലെ അവസാനത്തെ 10 എന്താ ചെയ്യേണ്ടത്? റബ്ബേ ഒരാളും പഴങ്ങരുതേ, റബ്ബേ ഒരാളും പരാജയപ്പെടരുതേ, റബ്ബേ ഉമ്മത്ത് മുഹമ്മദ് ഒരാൾക്ക് നരകം കൊടുക്കരുത്. നമ്മളാളല്ലേ, അവർക്ക് എങ്ങനെ നരകം കൊടുക്കരുത്. ഒരു വ്യഭിചാരിയായാൽ, അവർ മദ്യപാനിയായാലും റബ്ബേ അല്ലാഹുമ്മ ഗ്ഫിർ ജമീഉ ഉമ്മത്തി മുഹമ്മദ്, ഈ സമുദായത്തിന് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ. എന്ത്? അവരെ ദോഷം നിനക്ക് പ്രശ്നമാണ്. ഓൻ ചിലപ്പോൾ പ്രശ്നമായിട്ടുണ്ടാവില്ല, നിനക്ക് പ്രശ്നമാണ്. കുറച്ചുകൊണ്ട് എത്തി, മുപ്പളോട് എത്തിയിട്ടില്ല. ഇപ്പം കള്ളുടിക്കണമെന്ന് വേണ്ടി ഇജു വരക്കുക, ഇപ്പം കള്ളുടിക്കണം, ശിജു വരക്കുക, പ്രശ്നം പുറത്തു കൊടുക്കണം. ഓൻ്റെ ആൾ തന്നെയാണ്, കള്ളുടിച്ച ദോഷമാണ്, തെറ്റാണ്. പക്ഷെ എന്നാലും ഇലാഹിലുള്ള മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വില പറയും, മോനെ വില വെക്കണം, പുറത്തു കൊടുക്കണം. അല്ലാഹു റമളാനിലെ അവസാന 10 ചെയ്യേണ്ട കാര്യമാണ്. ഇന്നക അഫൂ എന്ന് പറയുന്നതോട് കൂടെ അല്ലാഹുമ്മ ഗ്ഫിർ ജമീഉ ഉമ്മത്തി മുഹമ്മദിൻ, അല്ലാഹുമ്മ തജാവസ് അൻ ജമീഉ ഉമ്മത്തി മുഹമ്മദ്. ഇതാ തജാവസ് എന്ന വാക്കിന്റെ അർത്ഥം വിട്ടുകൊടുക്കുക. ഉമ്മത്ത് മുഹമ്മദ് എന്ത് ചെയ്താലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകൊടുക്കുക. അല്ലാഹുമ്മ അഫൂ അൻ ജമീഉ ഉമ്മത്തി മുഹമ്മദിൻ, ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും നീ മാപ്പാക്ക് റബ്ബേ. അല്ലാഹുമ്മ അദ്ദി ദുയൂന ജമീഉ ഉമ്മത്തി മുഹമ്മദിൻ, ഉമ്മത്ത് മുഹമ്മദിൽ എല്ലാവരുടെയും കടം വീട്ടി കൊടുക്കുക റബ്ബേ. അങ്ങനെ പറഞ്ഞാൽ മല്ലം യഹ്തമ്മ ബിഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും, മുസ്ലിങ്ങളുടെ കാര്യം ഒരാൾക്ക് വിഷയമല്ലെങ്കിൽ അവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കരിയ അവന് വേണ്ടിച്ച് കരിയ. അവൻ പകരം ഒരു കുടിയുണ്ട്, പഠിച്ചോനെ പുറത്തു കൊടുക്കണമേ റബ്ബേ, ഓന് നരകത്തിൽ നിന്ന് എനിക്കൊന്ന് കാണണം. അയ്യോറല്ല, മാധവനാണ്, എന്നാലും പറയാം പഠിച്ചോനെ അവനെ നന്നാക്ക്. ഓന് കള്ളുടിക്കാൻ നിൽക്കാൻ വയ്യ. എൻ്റെ അയൽവാസി മാധവന് ഓനിച്ച് നന്നാക്ക് റബ്ബേ. എൻ്റെ അയൽവാസി മാധവൻ കടം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, രക്ഷപ്പെടുത്തി കൊടുക്കുക റബ്ബേ. അവനിപ്പം കുട്ടികളെ കെട്ടിക്കാൻ വഴിയില്ല, നന്നായി കെട്ടിച്ചു കൊടുക്കുക റബ്ബേ. ഒക്കെ ചേർന്നവ അതൊക്കെ അള്ളാൻ്റെ അടിമകളാണ്. സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെ കുടുംബമാണ്. ഒക്കെ അള്ളാൻ്റെ കുടുംബമാണ്. ഒക്കെ ഒരു ഉറുമ്പും അള്ളാൻ്റെ കുടുംബമാണ്. പറ ഒക്കെ ആരെ സൃഷ്ടിയാണ്? സൃഷ്ടിയാണ്. നിന്റെ റേഡിയോൻ്റെ ഒരു ഉപകാരമില്ലാത്ത റേഡിയോ എന്നെ ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. എൻ്റെ ഏരിയയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പുറത്തെവിടെയോ മുറ്റത്ത് കണ്ടാൽ, വളപ്പിൽ കണ്ടാൽ, പോണ വഴി കണ്ടാൽ നിർത്തിയിട്ട് അതെടുത്ത് പെണ്ണുങ്ങളെ വിളിച്ച് എങ്ങനെയാണ് ഇപ്പോൾ ഈ പരിയത്തെ സാധനമൊക്കെ എടുത്തുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത്. അതുകൊണ്ട് ഇനി ഒരു കാര്യമല്ല, അത് പഴയ ഇരുമ്പാരം വരെ എടുക്കൂല, എന്നാലും കൊടുക്കും. എന്തുകൊണ്ട്? എൻ്റെ മുതലാണ് എങ്കിൽ അരക്കായ്ക്ക് പറ്റാത്ത ഇജും പഠിച്ചോന് വലിയ തന്നെയാണ്. പഠിച്ചോന് മുതലാണ്. ആണോ അല്ലേ? പറ ആണോ അല്ലേ? ഒരു സ്ക്രൂ നിൻ്റെ എന്താ പറയുക, നിൻ്റെ ഒരു ചെരുപ്പിൻ്റെ ഒരു ബാറിടാൻ പറ്റും, അതവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിച്ച് എന്താണ് ഇത് കാണുന്നതൊക്കെ? ഈ സാധനങ്ങളൊക്കെ പൊരിന്ന് വിളിച്ച് എന്തേ എന്നോ മൂല കെട്ടതാണ്, അതുകൊണ്ടൊരു കാര്യമല്ല. എന്നാലും എൻ്റെ മോനാണ്. അങ്ങനെ തന്നെയല്ലേ? കസേരൻ്റെ സ്ക്രൂ ഒരു നെറ്റോ ബോൾട്ടോ അവിടെ കിടക്കുന്നുണ്ട്. പണ്ടെന്നോ വാങ്ങിയ ഒരു വണ്ടി, ആ വണ്ടി വിറ്റുപോയി, എന്നാലും അതിൻ്റെ ഒരു ചാവി അവിടെ കിടക്കുന്നുണ്ട്. എന്തെന്താ? അതൊക്കെ പഴയ വണ്ടിയായി, പുതിയ വണ്ടിയായി, അതിനെ നോക്കേണ്ട ആവശ്യമില്ല. അത് ചാവി വണ്ടി ആണോ അല്ലേ? ആ വണ്ടിയൊക്കെ എന്ന് വിറ്റുപോയിരുന്നു, എന്നാലും എനിക്കൊരു വിഷയമാണ്. എന്ത്? അതിൻ്റെ മുതലാണ്. ആണോ അല്ലേ? പറയാം. ആണോ അല്ലേ? ആണ് എങ്കിൽ അള്ളാഹുവിന് ഒരു മുട്ട സൂചി ഒരു വിഷയമാണ്. അള്ളാഹിൻ്റെ മുതലാണ്. അള്ളാഹു അവനെ ആക്കി തരട്ടെ. അവൻ്റെ നോട്ടപ്പുറത്തുനിന്ന് അള്ളാഹു നമ്മളെ ഓടിക്കാതിരിക്കട്ടെ. ഇപ്പം നമുക്ക് ഞാൻ അവസാനിപ്പിച്ചു. ഒരാളും പേടിക്കേണ്ടതില്ല. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നിന്റെ കണ്ണ് നീര് നീ വസ്തഫരീഖിദ്ദം ആമിൻ ഐനി ഖദിം തലാത് മിനൽ മഹാരിമി വൽ സംഹിമ്യതൻ നദമി മൗലായ സ്വല്ലി വസൽ. എന്താണ് പറഞ്ഞത്? വസ്തഫരീഖിദ്ദം, നീ കണ്ണ് നീര് ചൊരിക്കുക.
മിനായിനിൻ ഒരു കണ്ണിൽ നിന്ന് ഖദിം തരാത്തി മിനൽ മഹാരിമി ഹറാമുകൾ നിറച്ച കണ്ണല്ലേ നിന്റേത്. നീ എന്തിനോ പറയും, എന്തിനോ ഹറാമ് നിറച്ച കണ്ണിൽ നിന്ന് നീ എന്ത് ചൊരിക്കണം? കണ്ണുനീർ ചൊരിച്ചളാ അല്ലാഹു സ്വീകരിക്കും. ഇത്ര വലിയ വാക്കതൊക്കെ അല്ലേ? എവിടെയാണ് അതുള്ളത്? ഉർദ നീ ചൊരിക്ക് കണ്ണുനീരിന് മിനൽ ഐനി കണ്ണിൽ നിന്ന് عين قد امتلأت من المحارم والزمحمية الندم والزم എപ്പോഴും നീ കൂടെ കൊണ്ട് നടന്നോ ഹിമ്യത്ത് الندم ഖേദം എന്ന പ്രൊട്ടക്ഷന്. ഹിമ്യത്ത് പ്രൊട്ടക്ഷൻ, ഹിമ്യത്ത് الندم ഖേദത്തിന്റെ പ്രൊട്ടക്ഷൻ. ഖേദമുള്ളവന് ശൈത്താൻ കയറൂല. നിനക്കെന്തേ സീർ വലിച്ചു ഖേദമുണ്ടായില്ല, അപ്പൊ ശൈത്താൻ ഉള്ളു കയറി. ഖേദമുള്ളവന് ശൈത്താൻ കയറൂല. ചെയ്തു പോയ തെറ്റിൽ, അല്ലാതെ പാസ്പോർട്ട് നഷ്ടപ്പോയ ഖേദല്ല, ബിസ്ക്കറ്റ് പോയ ഖേദല്ല, കരിപ്പൂരിൽ നിന്ന് ബിസ്ക്കറ്റ് കുടിച്ച് അപ്പുള്ള ഖേദല്ല, ബ്രിട്ടാനിയല്ല, മറ്റ് മഞ്ഞ ബിസ്ക്കറ്റ്. ഒന്ന് തുടങ്ങി അക്കാഴ്ചയില്ല. പിന്നെ അങ്ങനെ വാപ്പൻ മരിച്ചും ചെയ്തു. അല്ല, കുഞ്ഞിമാൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫോൺ വന്നതാ വാപ്പാക്ക്. എൻ്റെ വാപ്പാക്ക് പറ്റിയത് ഒന്നുമല്ല, വാപ്പാക്ക് ഒരു ഫോൺ വന്നതാണ്. കുഞ്ഞിമാനെ കരിപ്പൂർ എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്തിരിക്കണേ, അവൻ്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് പൊടിച്ചും ചെയ്ത്. പിന്നെ ബാപ്പ കരച്ചിൽ മാറ്റിയില്ല, അങ്ങനെ മരിക്കുകയും ചെയ്തു. അങ്ങനെ ചാകണ്ട, മനസ്സിലായില്ല? അത് ആ ഖേദമല്ല. ഏത് ഖേദം? തെറ്റ് ചോദിച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ് പോയിക്കോട്ടെ, ബിസ്ക്കറ്റ് പോയാൽ നമ്മൾ നന്നാവും. ബിസ്ക്കറ്റ് ഉണ്ടെങ്കിലോ, ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സമൂഹം നോമ്പ് തുറന്ന് നടന്നിട്ട് അങ്കരിക്കും. കഴിഞ്ഞ കൊല്ലം കരിപ്പൂരിൽ പിടിച്ച സമൂഹം നോമ്പ് ആ ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടെങ്കിൽ പോയി കോഴിക്കോട് ജില്ല മുഴുവൻ ഞാൻ നോമ്പ്. ഓ ഞാൻ പത്രത്തിൽ ഓ അദ്ദേഹം നോമ്പ് നടത്തിയപ്പോൾ, വന്നപ്പോൾ, പോയപ്പോൾ, അതിഥികളെ സ്വീകരിച്ചപ്പോൾ അതിനനുസരിച്ച് ദൂഷ്യവും. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. എനിക്കിത് പറയാൻ സൗകര്യമുള്ളൂ. ഞാൻ പഠിച്ച ഇസ്ലാം അതാണ്. മനസ്സിലായില്ലേ? ഒരു നോമ്പോറ കൊണ്ട് രക്ഷപ്പെടില്ല, ഒരു നോമ്പോറും രക്ഷപ്പെടില്ല. ഒന്നും കാര്യമില്ല, ഒന്നും രക്ഷപ്പെടും. തോപ്പുണ്ടെങ്കിൽ രക്ഷപ്പെടും, രക്ഷപ്പെടും. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല. സമൂഹം നോമ്പോറിനെ പറ്റി ഒന്നും അറിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു നാടകം എന്തുകൊണ്ട് രക്ഷപ്പെടും? عين قد امتلأت من المحارم والزمحمية الندم. ഹിമ്യത്തൻ നദം, ഹിമ്യത്തൻ നദം ഖേദത്തിന്റെ പ്രൊട്ടക്ഷൻ. ബെൽറ്റ് ഇട്ടു, ഹിമ്യത്തൽ ബെൽറ്റ്. കേരളത്തിൽ കൂടെ യാത്രയാണെങ്കിൽ എന്ത് വേണം? അതേ എനിക്ക് കർണാടക എത്തിയ വേണ്ട. അപ്പൊ പിന്നെ അവിടെ നിന്നും അങ്ങനെ വണ്ടി എടുക്കൂല. പുറത്തു പറയണ്ട, പുറത്തു പറയണ്ട. കേരളത്തിൽ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും നിനക്ക് ഹിമ്യത്തൽ ബെൽറ്റ്, ഹിമ്യത്തുൽ ബെൽറ്റ് വേണം. മഞ്ചേശ്വരം കഴിഞ്ഞാൽ ഒക്കെ നല്ല ഡ്രൈവർമാരായതുകൊണ്ട് ആരും തന്നെ വന്ന് കുത്തൂല. അപ്പോൾ പിന്നെ ഹിമ്യത്തുൽ ബെൽറ്റ് വേണ്ട. മനസ്സിലായില്ലേ? എപ്പോഴെങ്കിലും ഇന്ന് മൂത്രിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ഇറങ്ങി മൂത്രിച്ച് കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ വളവ് തിരിഞ്ഞപ്പോൾ പോലീസ്. അപ്പൊ പോലീസുകാരനോട് എന്ത് പറഞ്ഞു? സാറേ ഇത് വരികയുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ മൂത്രിക്കാൻ ഇറങ്ങി. അത് പോലീസുകാരോട് കാര്യമില്ല, ഓരോ സെക്കൻഡിൽ വേണം. ഹിമ്യത്തുൽ ബെൽറ്റ് ആകുമ്പോൾ ഓരോ സെക്കൻഡിൽ വേണം. അവിടെ ഞാൻ എന്ത് വെച്ചാ ഹിമ്യത്തന്നതം കേരളത്തിന്റെ ബെൽറ്റ്. എവിടുന്ന മനസ്സിലായി പറഞ്ഞത്? ഹിമ്യത്തുൽ ബെൽറ്റ് അല്ല, ഹിമ്യത്തുൽ നദം. കേരം ബെൽറ്റ് ഇടുമ്പോൾ എന്ത് വേണം? ഒരു സെക്കൻഡ് ഒഴിവായ പോലീസ് പിടിച്ചു, ഒരു സെക്കൻഡ് ഒഴിവായ മലക്ക് പിടിക്കും, മലക്ക് തന്നെ തള്ളിയിട്ട് പുറത്താക്കും, പുറത്തു പോകും. അപ്പൊ നീ സദാസമയവും ഇവിടെ ബെൽറ്റ് ഉണ്ട്. അതുപോലെ മൂമിനാണെങ്കിൽ നിനക്ക് എന്ത് വേണം? ഖേദം. ഒന്നുകൂടി അത് عين قد امتلأت من المحارم والزمحمية الندم مولاي صل وسلم على حبيبك خير الخلق كلهم والزم. നിർബന്ധപൂർവം കൊണ്ട് നടന്നു ഹിമ്യത്തൻ നദമി ഖേദത്തിന്റെ പ്രൊട്ടക്ഷന്. അപ്പോൾ കാറിൽ പോകുന്നവന് ബെൽറ്റിന്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ മുഅ്മിനായ മനുഷ്യന് അവന്റെ വാഹനം ദുനിയാവാണ്.
സദാ നേരം എന്ത് വേണം? ഖേദത്തിന്റെ ബെൽറ്റ് ഇടണം. ആ ഖേദത്തിന്റെ ബെൽറ്റ് ജീവിതം മുഴുവനും. ഖേദത്തിന്റെ ബെൽറ്റിന്റെ അടയാളമാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ, മനസ്സറിഞ്ഞ് നീ മാപ്പ് കൊടുക്കുന്നവനല്ലേ, മാപ്പ് ഇഷ്ടപ്പെടുന്നവനല്ലേ, നീ എനിക്ക് മാപ്പ് നൽകണമേ. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പെരുന്നാൾ പിറ്റേന്നാണെങ്കിലും അടുത്ത വെള്ളിയാഴ്ചയും ക്ലാസ് ഉണ്ടായിരിക്കും. അൽ ഫാത്തിഹ.